CPI മുൻ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഹൈദരാബാദിൽ ചികിത്സയിലായിരുന്നു. 2012 മുതൽ 2019 വരെ CPI ജനറൽ സെക്രട്ടറി ആയിരുന്നു. അജീഷ് ജയകുമാർ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അജീഷ്, അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? പ്രവിത 83 വയസ്സായിരുന്നു. CPI മുൻ ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഹൈദരാബാദിൽ ചികിത്സയിലിരിക്കുകയാണ് അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹം ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു. 2012 മുതൽ 2019 വരെ CPIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കൂടാതെ 2 തവണ അദ്ദേഹം തെലങ്കാനയിലെ നൽഗോണ്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1998 2004 എന്നീ വർഷങ്ങളിലാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഈ അടിത്തട്ടിലുള്ള പ്രവർത്തനമൊപ്പം തന്നെ പാർട്ടിയുടെ ഏറ്റവും കീഴ്ഘടകങ്ങളിലുള്ള പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം അതൊക്കെ വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് അടുപ്പിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു സുധാകർ റെഡ്ഡി. കൂടാതെ അദ്ദേഹത്തിന്റെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ്, വിദ്യാർത്ഥി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. കുർണൂലിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ നിന്ന് CPIയിലൂടെ വളർന്ന് ദേശീയ സെക്രട്ടറി സ്ഥാനം വരെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം 2019 D രാജയ്ക്ക് വഴിമാറിയതിനു ശേഷം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞു മാറിയത്. പിന്നീട് D രാജയായിരുന്നു CPI ദേശീയ ജനറൽ സെക്രട്ടറി ആയി തുടരുന്നത്. എന്തായാലും CPIക്കും വലിയ നഷ്ടം തന്നെയാണ് ഈ സുധാകർ റെഡ്ഡിയുടെ വിയോഗം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. CPI മുൻ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അന്തരിച്ചു. 83 വയസ്സിലാണ് അന്ത്യം. അസുഖബാധിതനായി ഹൈദരാബാദിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്.